ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه من الله أجمعين. സർവാദരങ്ങൾ നിറഞ്ഞ പത്രകർഷകരെ, എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനാ പദ്ധതികൾക്ക് ഈ ധർമ്മ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ 1000 വിപ്ലവാഭിയാൻ പരിമിതമായ 5 മിനിറ്റിനകം ഏറ്റുതർക്കിക്കപ്പെട്ട വിഷയം മുസ്ലിം പണ്ഡിതർ സാധ്യമാക്കിയ നവോത്ഥാനമെന്ന പ്രവിശാലമായ വിഷയമാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുൾസവാസിന്റെ സജീവമായ സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നവോത്ഥാനത്തിന്റെ കാതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന തൗഹീദിന്റെ കലിമത്താണ് നവോത്ഥാനത്തിന്റെ കാതൽ. വിശുദ്ധ ഖുർആനും വിശുദ്ധ ഹദീസും അതുമായി ബന്ധപ്പെട്ട് വന്ന ചരിത്രങ്ങളുമാണ് നവോത്ഥാനത്തിന്റെ മൗലിക. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത ഒടുങ്ങാത്ത പ്രണയവും പ്രേമവുമാണ്. അതുള്ളവർക്ക് മാത്രമേ സക്രിയമായി നവോത്ഥാനത്തെ ഫലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ദേശീയ ചരിത്രത്തെ നമ്മൾ ആവർത്തി വായിക്കുന്ന ഏതൊരു അന്വേഷകനും ഏതൊരു വിദ്യാർത്ഥിക്കും വ്യക്തമാകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. അറബ് രാജ്യങ്ങളുമായി ഈ രാജ്യം നിലനിർത്തിക്കൊണ്ടിരുന്ന, ഈ രാജ്യത്തെ സമുദായം നിലനിർത്തിക്കൊണ്ടിരുന്ന വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ ആണിക്കലെടുക്കാൻ വേണ്ടിയിട്ടാണ്, ആ ബന്ധത്തിന്റെ അസ്ഥിവാരം ഇളക്കി മറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തെ പോർച്ചുഗീസ് അധിനിവേശം കടന്നു വന്നത് എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ശീതത്തിന്റെ ശേഷം 400ഓളം ആളുകൾ സഞ്ചരിച്ച ഹജ്ജ് കപ്പൽ തകർത്തത് അതിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ്. ഈ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ ചുക്കാൻ പിടിച്ച നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർ അന്ന് പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് കപ്പലിറങ്ങിയപ്പോൾ ഈ പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിന്റെ പിന്നിലുള്ള പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങൾ കണ്ടെത്തിയത് ഈ രാജ്യത്തുള്ള മുസ്ലിം പണ്ഡിതന്മാരാണ്. ചരിത്രം വായിക്കുന്ന അന്വേഷണ വിദ്യാർത്ഥികൾ അവിടുന്ന് തഹ്രീമും അതുപോലെ തന്നെ ജിഹാദിയെയും ഒക്കെ പഠന വിധേയമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് വ്യക്തമാക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം രണ്ടാമന്റെ തുഹ്ഫത്തുൽ മുജാഹിദീനും അതുപോലെ തന്നെ കോഴിക്കോട് ഖാദി മുഹമ്മദിന്റെ ഫത്ഹുൽ മുബീനും തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നവന്റെയും ആ ഗ്രന്ഥങ്ങൾ ഈ രാജ്യത്തെ മാപ്പിളമാരെയും മലബാറിൽ ജനങ്ങളെയും സ്വാധീനവും മനസ്സിലാക്കുന്ന അന്വേഷകര് മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം മുസ്ലിം പണ്ഡിതന്മാരാണ് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൽ ചുക്കാൻ പിടിക്കുക മാത്രമല്ല, ഈ നാട്ടിലുള്ള മാപ്പിളമാരെ, ഈ നാട്ടിലുള്ള ജനങ്ങളെ അതിനുവേണ്ടി സജ്ജരാക്കിയതും അവർക്ക് ഊർജ്ജരേഖകൾ കൈമാറിയത്. ഒരേ സമയത്ത് മമ്പുറന്തങ്ങളും ഉപരകാലിയും അതുപോലെയുള്ള സയ്യിദ് മഖ്ദൂമാരും ഒരേ സമയത്ത് അവരുടെ വിജ്ഞാനത്തിന്റെ പ്രസരണത്തിലും വിജ്ഞാനത്തിന്റെ സമ്പാദനത്തിലും ഒരു വഴി ചെലവഴിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ മറുഭാഗത്ത് സാമൂഹിക രാഷ്ട്രീയ മുഴുവൻ മണ്ഡലങ്ങളിലും ഇടപെട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഉപരകാലിയെ വായിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ സമയത്ത് മമ്മിക്കുട്ടി കാമിയിൽ നിന്ന് ലഭിച്ച ആധ്യാത്മികമായ ത്വരീഖത്ത് പ്രസ്ഥാനവുമായി ഉപരകാലി മുന്നോട്ട് പോകുമ്പോൾ തന്നെ മറുഭാഗത്ത് ഈ രാജ്യത്തിന്റെ മണ്ണിന്, അള്ളാഹുവിന്റെ മണ്ണിന്, കിതാബിന്റെ മണ്ണിന് മറ്റൊരുത്തന് വെള്ളക്കാരൻ ഞാൻ ജീവി നൽകില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിശ്വ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഉമർ ഖാദിയെ വിദ്യാർത്ഥിക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രാജ്യത്തുള്ള സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മമ്പുറങ്ങളെ വായിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ രാജ്യത്ത് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി നവോത്ഥാനം സാധ്യമാക്കിയ ധാരാളം പ്രതിഭകളെ ഇന്ന് വർത്തമാനകാലത്ത് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ കാന്തപുരം ഉസ്താദും അതുപോലെ തന്നെ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളൊക്കെ തുടങ്ങിയ ആത്മീയ നേതാക്കന്മാർ, ഈ രാജ്യത്തെ പണ്ഡിത സയ്യിദ് തറവാട്ടിലെ കാരണവന്മാർ, അവരുടെ തുടക്കകാലം, അവരുടെ പ്രാരംഭകാലം 970ന്റെയും 960ന്റെയും കാലം മുതൽ ഈ ചുരുങ്ങിയ 4 പതിറ്റാണ്ട് കൊണ്ടും 3 പതിറ്റാണ്ട് കൊണ്ടും അവർ നേടിയെടുത്ത നവോത്ഥാനത്തിന്റെ നാക്കുകൾ കേരളത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വായിക്കുന്ന സഞ്ചരിക്കുന്ന ഏതൊരു യാത്രക്കാരനും അല്ലെങ്കിൽ മാധ്യമങ്ങൾ വഴി ഏതൊരു വിശ്വാസിക്കും
അവിശ്വാസിക്കും എല്ലാവർക്കും മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ ചുരുക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് മുസ്ലിം പണ്ഡിതന്മാരാണ് ഇവിടെ എക്കാലത്തും രാജ്യത്തിന്റെ പുരോഗതിയിൽ വളരെ വലിയ പങ്ക് വഹിച്ചത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് മറ്റു നവോത്ഥാനത്തിന്റെ പെരുമ്പറയടിക്കുന്നവരുടെ വാഗ്വാദങ്ങളിൽ വഞ്ചിതരാകരുതെന്ന് സദസ്സിനോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാങ്ങുന്നത്.